നിനക്ക് ഇങ്ങോട്ട് നോക്കണം നായിന്റെ മോനെ, നിനക്ക് എന്താണ് നഷ്ടം നായേ? സാമൂഹ്യ മാധ്യമം ഇന്ന് അറിവ് പങ്കുവെക്കുവാനുള്ള ഒരിടം എന്നതിലുപരി മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാനും വ്യക്തിഹത്യ നടത്താനുമുള്ള ഒരു വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില സ്ത്രീകളുടെ വീഡിയോകളെ വളച്ചൊടിച്ച് അവരെ പച്ചത്തിരി വിളിക്കുന്നതും അവർക്കെതിരെ അശ്ലീല ചുവയുള്ള റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നതും ചിലർ ഒരു വിനോദമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരാൾ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ മാന്യതയെയും സ്ത്രീത്വത്തെയും ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരം? നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ ഷാജി നേരിടുന്ന സൈബർ ആക്രമണങ്ങളെയും അതിനോടുള്ള അവരുടെ രൂക്ഷമായ പ്രതികരണത്തെയും കുറിച്ചാണ് പറയുന്നത്. അവർ പറയുന്ന ഭാഷയോ രീതിയോ നിങ്ങൾക്ക് ശരിയായി തോന്നണമെന്നില്ല, പക്ഷേ അവരെ ആ നിലയിലേക്ക് എത്തിച്ചത് ആരാണ്? സ്വന്തം സ്വകാര്യതയെപ്പോലും ചോദ്യം ചെയ്യുന്ന, വ്യക്തിപരമായ വീഴ്ചകളെ പരസ്യമായി ആഘോഷിക്കുന്ന ചില റിയാക്ഷൻ ചാനലുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് തൻ്റെ മക്കളെ വളർത്താൻ ശ്രമിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്നതിന് പകരം കാലുവാരാനും അപമാനിക്കാനും നിൽക്കുന്നത് ക്രൂരതയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു കാര്യം, വ്യൂസിനും പൈസക്കും വേണ്ടി ആരെയും എന്തും പറയാം എന്ന അവസ്ഥ ഇനി അധികകാലം മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി അവരുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെയോ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റാണ്. തമ്പനയിലിൽ അശ്ലീലം എഴുതി വെച്ചും വീഡിയോയിൽ പച്ചത്തെറി വിളിച്ചും നിങ്ങൾ നേടുന്ന ഓരോ രൂപയും മറ്റൊരാളുടെ കണ്ണീരിൽ നിന്നുള്ളതാണെന്ന് ഒരിക്കലും മറക്കരുത്. സോഷ്യൽ മീഡിയയിലെ നിയമങ്ങൾ കർശനമാകുന്ന കാലമാണിത്. ഇത്തരം പ്രവൃത്തികൾ നിങ്ങളെ അഴിക്കുള്ളിലാക്കാൻ അധിക സമയം വേണ്ടിവരില്ല. സ്ത്രീകൾക്കെതിരെ അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നവർ ഒന്ന് ആലോചിക്കുക. ഓരോ സ്ത്രീക്കും അവരുടേതായ സ്വതന്ത്രമായ തീരുമാനങ്ങളുണ്ട്. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല. തെറ്റ് കണ്ടാൽ തിരുത്താം, പക്ഷേ അത് അപമാനിക്കലാകരുത്. മരിച്ചുപോയ ഭർത്താവിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഉള്ള സെന്റിമെന്റ്സ് പോലും പരിഹസിക്കാൻ ഉപയോഗിക്കുന്നത് മനുഷ്യത്വമില്ലായ്മയാണ്. നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഉണ്ടെന്ന ബോധം ഓരോ കമന്റ് എഴുതുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും ഉണ്ടാകണം. സൈബർ ഇടങ്ങൾ മറ്റൊരാളെ തകർക്കാനുള്ള ആയുധമാക്കരുത്. വിവേചനവും അധിക്ഷേപവും നേരിടുന്നവർ ഇന്ന് നിയമസഹായം നേടാൻ മടിക്കുന്നില്ല. പ്രത്യേകിച്ചും സ്ത്രീകളെ ഇരകളാക്കി അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ രീതികൾ അവസാനിപ്പിക്കുക. മാന്യമായ രീതിയിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ കാലം ഇതിന് മറുപടി നൽകും. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക. അത് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ അടയാളമാണ്. നമുക്ക് വേണ്ടത് ആരോഗ്യകരമായ ഒരു സൈബർ ലോകമാണ്, അല്ലാതെ തെറിവിളികളുടെ ചവറ്റുകുട്ടയല്ല. 5 മക്കളെ പോറ്റിയെടുക്കാൻ വേണ്ടിയാണ് ആ സ്ത്രീ ഇത്തരത്തിൽ യൂട്യൂബ് വീഡിയോയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവരെ നിരന്തരം തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ എങ്ങനെയാണ് മാന്യതയുള്ളവരാകുന്നത്? അനാവശ്യ വാക്കുകൾ പറഞ്ഞ് ഈ സ്ത്രീ മുന്നോട്ട് വരണമെങ്കിൽ അതിനുള്ള കാരണം പലരും ഉണ്ടാക്കി നൽകിയത് കൊണ്ടല്ലേ എന്ന് എന്തുകൊണ്ടാണ് നാം ചിന്തിക്കാത്തത്? ഒരു വേളയിൽ അവരെ സഹായിച്ചവർ തന്നെ ഇപ്പോൾ മനഃസാക്ഷിയില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ ഇതെല്ലാം സ്വയം ഈ സ്ത്രീ വരുത്തിവെച്ചതല്ലെന്നും നിരന്തരം അവരെ വേട്ടയാടി അവരെ മോശവൽക്കരിച്ചതിനാൽ സംഭവിച്ചതാണെന്നും ഇവരുടെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. എന്നാലും ഷാജി ലൈവിൽ അനാവശ്യം പറയരുത്. സൂഫി സഫർ മലയാളം, നീ വഴിക്ക് വന്നു പോയിരുന്നു നാറി. നീ മര്യാദക്ക് എന്റെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കും. സൂഫി സഫറും ഞാൻ പിന്നെ പറയില്ല. നീയൊക്കെ കൂടിയിട്ടാണ് എന്റെ ലൈഫ് കളിച്ചത്. നീ മൂടിയിട്ട്, നിന്റെ വായ് മൂടിയിട്ട് എന്റെ ചാനലിൽ നീ ഫസ്റ്റ് ഇറങ്ങിപ്പോ. നീയൊക്കെ ഒരു സൂഫി സഫർ വന്നിരിക്കുന്നു നാറി.